ലോക ചിരിദിനത്തിന്റെ പ്രാധാന്യം പറയാനാണോ എന്ന സംശയത്തിൽ എന്തിനാണെന്നറിയാത്ത ചിരിയും കളിയും നിറഞ്ഞൊരു വാർത്താ സമ്മേളനത്തിൽ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം വിലങ്ങി നാടിന്റെ മുഖ്യമന്ത്രി പരിഹാസ്യനാവുന്നത് കാണേണ്ടി വന്നൊരു ഗതികെട്ട വാർത്താ ദിനമാണ്. ആ നാടിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ADGPക്കെതിരെ ഇത്ര കണ്ട് പരിശോധനകൾ, പോലീസ് മേധാവി, ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച്, വിജിലൻസ് എന്ന് വേണ്ട അന്വേഷണങ്ങൾ കാക്കത്തൊള്ളായിരം, അങ്ങേയറ്റം അട്ടിമറിപ്പണിയിൽ ഒരു വെറുപ്പിന്റെ സംഘം ചേർന്ന ക്ഷേത്രോത്സവം അലമ്പാക്കിയെന്ന് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുമ്പോഴും ക്രമസമാധാനക്കാരനെതിരെ DGP റിപ്പോർട്ട് കൊടുത്തിട്ടും ഒറ്റ പേപ്പറിൽ എടുത്തു മാറ്റാവുന്ന ആ ലോ ആൻഡ് ഓർഡർ കുപ്പായം മാറ്റിപ്പോലും വേദനിപ്പിക്കാതെ ഏമാനെ പൊന്നുതമ്പുരാൻ ചേർത്തു കൈക്കുമ്പിളിൽ കരുതലോടെ കാത്തുരക്ഷിക്കുമെന്ന ഇടതുവിരുദ്ധ അവിശുദ്ധ പ്രഖ്യാപനമാണ്. RSS മേലാളന്മാരുമായി തലയിൽ മുണ്ടിട്ട് പോയി കണ്ട കാര്യം നാട്ടുകാർക്ക് അത്രയും ബോധ്യമായിട്ടും അത് നാഗ്പൂർ തന്നെ സ്ഥിരീകരിച്ചിട്ടും സംഘപരിവാരം വെട്ടിക്കൂട്ടിയ രക്തസാക്ഷി ഓർമ്മയിലെങ്കിലും ആ കാവിക്കൂടാര കൂടിക്കാഴ്ച ഒരു തെറ്റാണ് എന്ന ആർജവത്തോടെ ഇടതുബോധ്യം വിഴുങ്ങാനും മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ രാഷ്ട്രീയ മൂർച്ചയുള്ള നാവിന് വിലങ്ങിട്ട് കടലകൾ കൂട്ടിക്കെട്ടിയത് ഏതു ശക്തി? മണിക്കൂറൊന്ന് വാർത്താ സമ്മേളനത്തിൽ 50 മിനിറ്റിൽ ആഞ്ഞടിച്ച് നശീകരണ മാധ്യമങ്ങളൊന്നും കേസെടുത്ത് മൂക്കിൽ കയറ്റുമെന്നും വിരട്ടാൻ നാക്കുമൂർച്ചയുള്ള മുഖ്യമന്ത്രിക്ക് ഇന്ന് ദേശീയ പത്രത്തിനെതിരെ രോഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന പുത്തൻ ജാർഗണില്ല, വെറുപ്പില്ല. പ്രതികരണം പാലും തേനും പഞ്ഞിമുട്ടായി പരുവത്തിൽ കരുണാർദ്രമാണ്. ഈ കേരളം ഒരു ഭീകര സംസ്ഥാനമാണെന്നും ദേശവിരുദ്ധ കുഞ്ഞുങ്ങളെ അടവച്ചിറക്കുന്ന നേഴ്സറിയാണെന്നും വെറുപ്പിന്റെ നറേറ്റീവിന് ദാസ്യപ്പെട്ട് നടത്തിയവർക്കെതിരെ കേസെടുക്കുമെന്നും അവർക്ക് ശമ്പളം നാഗ്പൂരാണോ എന്ന് അന്വേഷിക്കുമെന്നും മുട്ടുപറയില്ലാതെ പറയാതിരിക്കാനും മാത്രം താങ്കളെ പേടിപ്പിക്കുന്ന പ്രേതമാരാണെന്ന് പേർത്തു ചോദിക്കലാണ് പ്രതിപക്ഷം. അവതാരവാഴ്ചകൾ നിറഞ്ഞ അധികാര വഴിയിൽ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ വേണം ദേശീയ പത്രത്തോട് 4 വർത്താനം പറയാനെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തിരിക്കുന്ന ആ പ്രസ് സെക്രട്ടറിയെയും മീഡിയ സെക്രട്ടറിയെയും ഇറക്കി വിട്ട് ആ PRD അങ്ങ് പൂട്ടിക്കളയണം സർക്കാർ. CPM മുൻ സാമാജിക പുത്രനൊപ്പം ഗോളാന്തര PR കമ്പനി മുതലാളി വിനീത് ഹാണ്ഡെ മുറിയിലെത്തിയത് അറിഞ്ഞില്ലെന്ന് പറയലാണ് പിണറായി. ആ ധൂർത്തയാത്രാ കാലത്ത് എഴുന്നള്ളത്ത് വണ്ടിക്ക് 7 അയലത്ത് വന്ന വിയോജിപ്പിന് ശബ്ദങ്ങളെ മുക്കറയിട്ടിറങ്ങി മണ്ടയടിച്ചു കയറിയ ജാഗ്രതാ സംവിധാനങ്ങൾക്കിടയിൽ ഏതോ ഒരുത്തൊരു വഴിപോക്കൻ കേരള ഹൗസിൽ പൂരപ്പണം എന്ന മട്ടിൽ അതിക്രമിച്ചു കയറി ആദ്യാവസാനം അവിടെ കുത്തിയിരുന്ന് പറഞ്ഞത് മൊത്തം കേട്ടു എന്ന് വിശ്വസിക്കണോ കേരളം? പാതിരാത്രിയല്ല, ഇത് പട്ടാപ്പകലെന്ന് പറഞ്ഞാൽ ഓംബ്ര ശരിയാണേ എന്ന് തുല്യം ചാർത്തുന്ന അടിമക്കണ്ണന്മാർക്ക് പോലും വംശനാശകാലമാണ്. ലോജിക്കില്ലാത്ത ഇല്ലാ മറുപടികൾ പൊട്ടിച്ചിരിച്ച് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളം ആഹരിക്കുന്നത് ചോറാണ്. ഉരുട്ടി വിഴുങ്ങുന്നത് CMA ചാണകവറളിയല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ